Hey guys, it's me Nandakishore from Technical GADGTS MALAYALAM. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ നന്നാക്കി എടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതെന്റെ കയ്യിലുള്ള ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ആണ്. നമ്മൾ ഇതിനെ കഴുത്തിൽ ഇട്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ആണ്. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണിന്റെ രണ്ട് ഭാഗത്തെ ഹെഡ്ഫോണുകൾ വർക്ക് ആവുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അറിയാതെ ഈ ഒരു വയർ വലിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലെ വയർ കട്ടായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെഡ്ഫോൺ വർക്ക് ആവാതെ കിടക്കും. അപ്പോൾ ഇതെങ്ങനെ നമുക്കൊന്ന് റിപ്പയർ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ഹെഡ്ഫോണിന്റെ ബോർഡിന് കംപ്ലൈന്റുകളൊന്നും വന്നിട്ടില്ല, നമ്മുടെ ഫോണിലേക്ക് പെയർ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ട് ഭാഗത്തെ ഹെഡ്ഫോണുകളാണ് നമ്മൾ മാറ്റി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ. അപ്പോൾ ഇത് വാങ്ങിയ സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്. ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ആണ് കംപ്ലൈൻ്റ് ആയത്. ഇതിൻ്റെ ബോർഡ് വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പവർ ബട്ടൺ ഞെക്കുന്ന സമയത്ത് നിങ്ങൾ കാണാൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോണിലേക്ക് പെയർ ചെയ്യാനും സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു കേടായി പോയ ഹെഡ്ഫോൺ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ താഴത്തെ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന പിന്നിന് കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് പിന്നില്ല ഈ ഒരു ഹെഡ്ഫോണിന്. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ലെഫ്റ്റും റൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഹെഡ്ഫോണിൻ്റെ ലെഫ്റ്റും റൈറ്റും നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ എടുത്തിട്ട് അതിൻ്റെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ബോർഡ് ഇതിൽ കാണാം. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഉണ്ടാവും ലെഫ്റ്റ് റൈറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് L+L- എന്ന് ലെഫ്റ്റും R+R- എന്ന് റൈറ്റും കൊടുത്തിട്ടുണ്ട്. ബോക്സിൽ നിന്ന് നമ്മൾ ഈ ഒരു ബോർഡിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. ബോക്സിൽ നിന്ന് പുറത്തെടുത്താൽ നിങ്ങൾ കാണാം അതിൻ്റെ ബോർഡും ബാറ്ററിയും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് ഈ ഒരു ലെഫ്റ്റിലെയും റൈറ്റിലെയും ഇയർഫോണിനെ നമ്മൾ ഡീസോൾഡർ ചെയ്തിട്ട് പുറത്തേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ബോർഡ് മാത്രമാക്കിയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഹെഡ്ഫോണിൻ്റെ വയറിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു റബ്ബറിൻ്റെ ഒരു കോട്ടിങ് കാണാം. അപ്പോൾ ഇത് നമ്മുടെ വയർ പൊട്ടിപ്പോകാതിരിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിൽ നിന്ന് അയച്ചെടുക്കാം. അടുത്തതായി നമ്മൾ ഈ ഒരു ഹെഡ്ഫോൺ എടുക്കാം. ഈ ഒരു ഹെഡ്ഫോണിന് മേലിൽ നമുക്ക് ലെഫ്റ്റ് എന്നും റൈറ്റ് എന്നും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്താൽ മതി. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ വയറിലെ ഇൻസുലേഷൻ കളയാം. ആ ഒരു റബ്ബറിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വയർ കാണാൻ സാധിക്കും. ആ രണ്ട് വയറിൻ്റെ മേലെയും ഒരു ഇൻസുലേഷൻ്റെ കോട്ടിങ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോട്ടിങ് നമുക്ക് നീക്കണം. അതിനായി ചെറുതായിട്ട് അതിൻ്റെ മേലെ കത്തിച്ച് കൊടുത്താൽ മതി. അന്നേരം തന്നെ അതിൻ്റെ മേലുള്ള ഇൻസുലേഷൻ പോകുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു റബ്ബറിൻ്റെ സ്ലീവ് ഇട്ടിട്ട് ഈ ഒരു വയറിനെ നമുക്ക് ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് വെക്കാം. സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റിൻ്റെ ഇയർഫോണിനെ ലെഫ്റ്റ് എന്ന ഭാഗത്തും റൈറ്റിൻ്റെ ഇയർഫോണിനെ റൈറ്റ് എന്ന ഭാഗത്തും നമ്മൾ സോൾഡർ ചെയ്ത് വെക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് എന്ന ഭാഗത്തെ ഇയർഫോൺ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ഇതിൻ്റെ റൈറ്റ് എന്ന ഹെഡ്ഫോണിൻ്റെ ഭാഗം ബാറ്ററിയുടെ അടുത്താണ് വരുന്നത്. ആ ഒരു ഭാഗത്തേക്ക് പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് കണക്ട് ചെയ്യാം. ഹെഡ്ഫോണിൻ്റെ വയറിൽ ഗോൾഡൻ കളറുള്ള വയറും പച്ച കളറുള്ള വയറും എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ രണ്ട് ഭാഗത്തെയും വയറുകൾ തമ്മിൽ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ടെസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാണാം നിങ്ങൾക്ക് LED ബൾബ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ബോക്സിലേക്ക് മാറ്റാം. അപ്പോൾ അടുത്തതായി നമുക്കിതിനെ ബോക്സിലേക്ക് മാറ്റാം. ബോക്സിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നല്ലോണം വയറൊക്കെ നല്ലോണം ഒതുക്കി വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ബോക്സിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ ബട്ടൺസ് ഞെക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്തായി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്കിപ്പോൾ ഇയർഫോണിലുള്ള സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പെയർ ആവുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് ഫോണിലേക്ക്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം. ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണിൻ്റെ മിഡിലായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് പവർ ഓൺ ആവുക. ഇപ്പം പവർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് പെയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് നമ്മൾ പെയർ ചെയ്യാൻ പോവുകയാണ്. YSP05 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതിലേക്ക് നമ്മൾ പെയർ ചെയ്യാണ്. പെയറിങ് ആകുന്നുണ്ട്. സാധനം വർക്കിംഗ് ആണ്. ഞാൻ ഇതിനു മുമ്പ് വയർഡ് ഹെഡ്ഫോൺസ് നന്നാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ കേടായി പോയ ഹെഡ്ഫോൺസ് ഒക്കെ നന്നാക്കി എടുക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും കളയുന്ന ഹെഡ്ഫോൺസ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത്തരത്തിൽ നന്നാക്കി എടുക്കാൻ സാധിക്കും. കൂടുതലായിട്ട് വയറിൻ്റെ കംപ്ലൈൻ്റ് ആണ് നമ്മുടെ ഹെഡ്ഫോണിന് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ഹെഡ്ഫോൺസ് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നന്ദകിഷോർ സൈനിങ് ഔട്ട്.